ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ക്രൂശിൽ നിന്ന് മൊഴിഞ്ഞ കർത്താവിൻ്റെ അനുഗ്രഹീതമായ 7 മൊഴികളെക്കുറിച്ച് നാം ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ ദിവസമാണല്ലോ ഇന്ന്. വലിയ വെള്ളിയാഴ്ചയുടെ ധ്യാനചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ 4 ധ്യാനങ്ങൾ നാം ധ്യാനിച്ചു. 5ാമത്തെ ധ്യാനം എന്നുള്ളത് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് മനുഷ്യന്റെ ജീവിതം മുഴുവൻ വല്ലാതെ ദാഹത്തിന് അടിസ്ഥാനമായിരിക്കുകയാണ്. കാരണം നാം കടന്നു പോകുന്ന ഈ ചുറ്റുപാടുകൾ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ലഹരിക്ക് വേണ്ടിയുള്ള ദാഹം വല്ലാതെ മനുഷ്യനെ ആഴത്തിൽ പിടിച്ചിരിക്കുകയാണ്. അതുപോലെ സമ്പാദ്യത്തിന് വേണ്ടി ആരെയും നശിപ്പിക്കുവാൻ, ചൂഷണം ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശരിയായൊന്ന് ഇന്ന് പുനർചിന്തനം ചെയ്യുവാനുള്ള ദിവസമാണ്. കാരണം കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഈ ദാഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള കർത്താവിന്റെ ദാഹമായി നമുക്ക് ഈ തിരുവചനത്തെ ധ്യാനിക്കുവാനായിട്ട് കഴിയണം. കർത്താവിന്റെ ദാഹത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ മടങ്ങി വരുവാനായിട്ട് ഓരോ മനുഷ്യനെയും കർത്താവ് പുതിയ സാധ്യതകൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ദൈവ ബന്ധത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഈ ലോകത്തിന്റെ ചൂഷണങ്ങളിൽ, നിന്ദകളിൽ, തിന്മകളുടെ അനുഭവങ്ങളിൽ വീണുപോയ ഓരോ മനുഷ്യനെയും തിരിച്ച് തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കർത്താവിന്റെ ദാഹം. തിരുവചനം നാം ആഴമായി ധ്യാനിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലൂടെയൊക്കെ ഈ ചിന്ത കടന്നു പോകുന്നുണ്ട്. കർത്താവിന് ദാഹിച്ചു എന്നുള്ളതും, എന്നാൽ കർത്താവിന് മറ്റ് മനുഷ്യരെ നേടുവാനുള്ള ദാഹം എന്നുള്ളതൊക്കെയാണ് ഈ ധ്യാനചിന്തയിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈ ദാഹം എന്നുള്ളത് നിന്നെ വീണ്ടെടുക്കുവാനുള്ള ദാഹമാണ്. ഇന്ന് 2025-ാം വർഷത്തിൽ ഈ വലിയ വെള്ളിയാഴ്ച ക്രൂശിന്റെ വഴിയിലേക്ക് കടന്നു പോകുമ്പോൾ നീ ദൈവബന്ധത്തിൽ നിന്ന് എവിടെയോ വിട്ട് മാറി നിൽക്കുന്നുവെങ്കിൽ നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു ചിന്ത കർത്താവ് നിന്നിലേക്ക് നൽകുകയാണ്. നീ എന്റെ അടുക്കിലേക്ക് വരുവാനുള്ള ഒരു സ്നേഹത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഒരു ദാഹമായിട്ട് നമുക്ക് ഈ ചിന്തയിലേക്ക് കടന്നു പോകുവാനായിട്ട് കഴിയണം. ചൂഷണ സമമായിരിക്കുന്ന ഈ ലോകത്തിൽ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ ധ്യാനചിന്തകളിൽ ഈ 5ാമത്തെ ധ്യാനത്തിലൂടെ കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. 2025 വർഷങ്ങൾക്ക് ശേഷവും നിന്നിൽ ഒരു മടങ്ങിവരവ് സാധ്യമല്ല എങ്കിൽ നിന്നിലെ മടങ്ങിവരവിനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ദൈവം അതിന് ഈ ചിന്തയിലൂടെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ